നമ്മുടെ സുധാകരൻ പറയണേ കമന്റ് വായിക്കുന്ന പരിപാടി വേണ്ടാന്ന്. ശരി, വായിക്കണില്ല. പക്ഷെ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 10 എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രീരേഖ ചേച്ചി ലിബാം ഇടുമ്പോഴാണ് ബിഗ് ബോസ് പാട്ട് ഇടണേ. എന്താ ഇവര് രണ്ടുപേരും അകന്നിരിക്കണത് ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടല്ലോ. ചേച്ചിയുടെ സ്റ്റെപ്പ് കൊള്ളാട്ടാ. നോറ ഈശ്വര കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, കണ്ണവിടെ തന്നെ ഇല്ലേ. ജിൻഡോ ചേട്ടൻ ഇവന്മാരുടെ കാലത്തൊരു പാട്ട് മഞ്ചിന്റെ ഉറക്കം കളയാൻ വേണ്ടിട്ട്. അല്ല അവിടെ ഒന്ന് ഡാൻസ് കളിച്ച സിജോട് എങ്ങോട്ടാണോ സിജോ? എടാ ജിൻഡോ മാറടാ, എനിക്ക് ബാത്റൂമിൽ പോണം. ജിൻഡോ ഡാൻസ് കളിച്ചിട്ട് പോടാ. നോ 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 നോ, ഈ സമയത്ത് ഡാൻസ് കളിച്ചൂടാ. മാറ്, ഞാൻ പോട്ടെ. ഗബ്രി ഒരു പെണ്ണാണെന്ന് വിചാരിച്ചോ? ആരെങ്കിലും പറയോ ഇത്? പിന്നെ നമ്മൾ കണ്ടത് ജാസ്മിനും നമ്മുടെ യമുന ചേച്ചിയും കൂടി സംസാരിച്ചിരിക്കുന്നതാണ്. നമുക്ക് അവിടേക്ക് ഒന്ന് എത്തി നോക്കാം. എനിക്ക് അവന്റെ കൈ പിടിച്ചിരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടാറുണ്ട്. ചേച്ചി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക, നീ എന്റെ കൈ പിടിച്ചോ, ഞാൻ ആശ്വാസം തരാം നിനക്ക്. പിന്നീന്ന് കുത്തില്ല, ഗെയിമിന് വേണ്ടി പോലും ഇവനെ വലിച്ചിടില്ല. ജാസ്മിനെ, നീ പറഞ്ഞു വരുന്നത് ഞാൻ നിന്നെ പുറകെ കുത്തുന്നല്ലേ കൊള്ളാടി മോളെ? ലവർ അല്ലെങ്കിൽ പ്രണയിക്കാൻ വളരെ എളുപ്പമാണ്. ആ അത് ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരു ട്രൂ ഫ്രണ്ടിനെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ ട്രൂ ഫ്രണ്ടിനെ കിട്ടില്ല എന്ന് ഉറപ്പാണല്ല. ആ ബോധ്യം ഉണ്ടായാൽ മതി. അതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കോപ്രായങ്ങളൊക്കെ ഓവറായിട്ട് തോന്നുന്നത്. ജാസ്മിനും അതന്നെ കേട്ടോ. എനിക്ക് എന്റെ ലൈഫിൽ ഇനി നമ്മുടെ ഋഷി മൻസിബയും വേറെ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാം. ഗബ്രിയലിനെ കാണാൻ ഇഷ്ടം, ജാസ്മിനെ കാണാൻ ഇഷ്ടം. നിങ്ങക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരെ കാണണമെന്ന്. പക്ഷെ പകുതി ഫുൾ ആക്ടിങ് ആയിട്ടാ എനിക്ക് തോന്നി. ആണോ? ഋഷി പറഞ്ഞതിന്റെ മേലെയാണ് ഗബ്രിയൽ എന്നെ പറഞ്ഞത്. എന്നെ ഒരാളും വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിട്ടുമില്ല. ഓ, ചേച്ചി പറഞ്ഞു വരുന്നത് ചേച്ചീനെ ആരും കെട്ടിപ്പിടിക്കാത്തതിന് ചെറിയ വിഷമമുണ്ടെന്നല്ലേ? ചലഞ്ച് 1, ഈ കുട്ടിക്കാരും മണി കെട്ടും. ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ആണ് ശിശുപരിപാലനം. ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവരൊക്കെ LKG സ്റ്റുഡൻസ് ആണ്, ഇവരുടെ മനസ്സും അങ്ങനത്തെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുക്കാന്ന് വെച്ചിട്ട് ടാസ്ക് കൊടുത്തു. 10 താഴെയുള്ള വ്യത്യസ്ത പ്രായങ്ങളിൽ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈകളൊക്കെ പിള്ളേരായിട്ട് അഭിനയിക്കും. അപ്പൊ നമ്മുടെ ടണൽ ടീമും നെക്സ്റ്റ് ടീമും ഡെൻ ടീമിലെ ആൾക്കാർ ഇവരുടെ മാതാപിതാക്കളായി അഭിനയിച്ച് ഇവരെ സന്തോഷിപ്പിച്ച് ആനന്ദ പുളകിതലാക്കണം. ഞാനൊന്ന് പവർ ടീമിലെ ആൾക്കാരാണ് പിള്ളേരായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് സെലക്ട് ചെയ്തത്. അപ്പൊ ആരൊക്കെ ആവുന്ന നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ ശ്രീ, ഒന്ന് ജാസ്മിൻ. ജാൻമോണി സന്തോഷമുള്ളൂ, നിങ്ങളൊക്കെ ആയിക്കോ. ഒരു ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ കുട്ടികളായി തെരഞ്ഞെടുക്കുന്നവർക്ക് എനിക്ക് സങ്കടമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ക്യാരക്ടറൊക്കെ ആയിട്ട് മാറി. അതാ ബാത്റൂമിൽ ഒരാൾ ക്യാരക്ടറായി ജീവിക്കുന്നു. അല്ല ഇത് നമ്മുടെ ജിൻഡോ ചേട്ടനല്ലേ? ജിൻഡോ ചേട്ടൻ പല പല എക്സ്പ്രഷൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം അത് ഹാസ്യമായിട്ടാണ് തോന്നുന്നത്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഇയാളുണ്ടായില്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ തമാശ ഉണ്ടാവില്ലായിരുന്നു. ഈ നടരാജ് സമ്മതിക്കൂല, അപ്സര സമ്മതിക്കൂല. ഞങ്ങൾ പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒന്ന് ആസ്വദിച്ച് വരായിരുന്നു. അപ്പോഴേക്കും നിർത്തിച്ച് ഞാൻ ഭാവം കാണിച്ചതാ, സോറി. ഞാൻ ഭാവം കാണിച്ചതാ, സോറി എന്നൊക്കെ. പരകായ പ്രവേശം ചെയ്യുകയാണ്. ഗൈസ്, ഇനി ബിഗ് ബോസിൽ നമ്മൾ കാണാൻ പോകുന്നത് പരകായ പ്രവേശമാണ്. അതായത് ശ്രീരേഖയിൽ നിന്നും ശ്രീകുട്ടിയിലേക്ക്. കണ്ടു നോക്കാം. നമ്മുടെ സിജോന്റെ ടീമിനാണ് ഇവരെ കിട്ടിയിട്ടുള്ളത്. സിജോ നൈസായിട്ട് ഊക്കണ്ട്. നമുക്ക് നോക്കാം. ഒന്നിനും കൊള്ളാത്ത കുറെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പവർ റൂം. നീ പകപോക്കാണല്ലേടാ. ചിരിക്കണമായിരിക്കും അല്ലേ? മോള് പുറത്ത് ആന കയറി കളിക്കും. കേറ് മോളെ, കേറ്. അപ്പനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കണ കൊള്ളാം. ശ്രീകുട്ടി ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. എന്താണല്ലേ? ഒരു സ്പൂൺ പോലും മരിക്കാൻ കഴിച്ചിട്ടുള്ള നമ്മുടെ ഗബ്രി ഒരു കുട്ടിയിലേക്ക് പരകായ പ്രവേശം നടത്തുന്നതാണ് നമ്മൾ ഇനി കാണുന്നത്. നാളെ തൊട്ട് ഇവിടെ ഞാൻ ഓടി നടന്നിരിക്കുന്ന സാധനം മുഴുവൻ പറക്കി തിന്നൂടാ. എന്നിട്ട് ഞാൻ അവിടെ എടുത്തു വെച്ച ഐസ്ക്രീം എന്തിനാ നീ എടുത്ത് എന്നോട് ചോദിച്ചാ?
അപ്പൊ അടുത്ത വാവ ഇന്നലെ ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം വെച്ചിട്ട് എനിക്കും കിട്ടിയില്ല ചേച്ചി. എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇന്നലെ കിട്ടിയില്ല ചേച്ചി. അയ്യോ അങ്ങ് ജാൻമോണി എന്നാ എനിക്ക് വേണ്ടടാ, നീ ഒറ്റയ്ക്ക് കഴിക്കും. എന്റെ പൊന്നേത്. എന്നാലും എന്റെ ഗബ്രി, ഒരാള് ഫുഡ് കഴിക്കുമ്പോഴാണോടാ നിന്റെ കൊണച്ച ഡയലോഗ് അടിക്കണേ? അത് ചോദിച്ചിട്ട് എടുക്കാന്നുള്ളത് ഒരു മര്യാദയാണ്. അവന്റെ ഒരു സീൻ. ഗബ്രിയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ ഗബ്രി മറുപടി പറഞ്ഞു. അതിന് എനിക്ക് ആ ജാസ്മിൻ ആരെങ്കിലും ഒരു ലൂസ് ഇല്ലാത്ത പാന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇത് ആരെ കൊടുത്തത്? ഇത് കറക്റ്റ് അളവിലുള്ള പാന്റാണല്ലോ. പക്ഷെ അവൻ എന്താ ചോദിക്കാന് എന്നുള്ള സെൻസിലാണ് ചോദിച്ചത്. ജാസ്മിൻ എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ഗബ്രിയുടെ ന്യായീകരണ തൊഴിലാളിയാണ്. ഗബ്രി എന്ത് ചെയ്താലും ജാസ്മിൻ ന്യായീകരിക്കും. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ട് ആരടാ ടീം? ആരടാ ടീം? ഞാനാടാ ടീം. ടീമേ ഈ ടീമല്ല. പച്ച തേരി ഞാൻ മുഖത്തിലെ നോക്കി പറഞ്ഞ എനിക്ക് ഇതാവുന്നുണ്ടോ? കച്ചറ തെറിയോ? അതെന്ത് തെറിയായിരിക്കാമോ? അവന്റെ ഈ ഉള്ള സ്വഭാവം എന്റെ മുന്നേ കാണിക്കുന്ന കാര്യമില്ല. ജാസ്മിൻ നീ എന്ത് പറഞ്ഞാലും ശരിയാണ് മുത്തേ, നീയാണ് പൊളി. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ പവർ ടീം എന്താണെന്ന്? എന്റെ പൊന്ന് ശ്രീരേഖ ചേച്ചി, പവർ ടീം പണ്ട് സൂപ്പർ തന്നെ. ഈ കച്ചറ സ്വഭാവം വച്ചിട്ട് അവനെ എന്റെ കൂടെ കളിക്കണ്ട. പാവം ജാൻമോണി, ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്തതിന് ഇത്രയും സീൻ എന്താല്ലേ? അവന്റെ ഈ കച്ചറ സ്വഭാവം എന്റെ കൂടെ അല്ല. എന്റെ ജാൻമോണി ചേച്ചി പുറത്തിരുന്ന് പറയണ്ട, അവന്റെ അടുത്ത് പോയിരുന്നു പറ, എന്നാലും അടി പൊട്ടു. എന്റെ ക്യാരക്ടറിനെ നിങ്ങൾ അപ്സര ചേച്ചിക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? വായിൽ നാക്ക് വിഴുങ്ങി ഇരിക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല. ഗബ്രി, ഞാൻ മാസ് തന്നെ. പുറത്ത് എനിക്ക് ഇതിന് മാസ് BGM ഇട്ട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യും. 2 ഡയലോഗ് അടിച്ചേക്കാം. എന്റെ ഐസ്ക്രീം എടുത്തത് തെറ്റ്. അത്രേ ഉള്ളൂ. ഞാൻ എന്താ വല്ല പാറയോ അല്ലെങ്കിൽ ഞാൻ എന്താ വല്ല സ്പീക്കറോ? ഗബ്രി എന്ത് ഉദാഹരണം പറയുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. സ്പീക്കർ പറയണത് കേട്ട് കഴിയുമ്പോ ബാക്കിയുള്ളവർക്ക് വിഷമാവും. സ്പീക്കറിന്റെ പ്രശ്നമില്ല. എന്തോ ഉദാഹരണോടാ. ഞാൻ കറണ്ടിൽ ഓടുന്ന സാധനം കറണ്ടിൽ ഓർഡർ തന്നെയാ, ജാസ്മിന്റെ കറണ്ട്. ഈ അകത്ത് ഇമോഷൻസ് ഫീലിങ്സ് ഉണ്ട്. അതെ, എനിക്കും ഇമോഷൻസും ഫീലിങ്സും ഉണ്ട്. എന്റെ ഐസ്ക്രീം എടുത്താൽ എനിക്ക് വിഷമാവും. എന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരാൾ ജാസ്മിൻ നിനക്ക് ലോലിപോപ്പ് വേണം എന്നാ കഴിച്ചാ നല്ലതാ. കൺട്രോൾ വിട്ട് എനിക്ക് പൊന്നു ജാസ്മിൻ, ആ ലോലിപോപ്പ് എടുത്തോണ്ട് ഉണ്ണാക്കിലേക്ക് തിരികെ. എനിക്കറിയില്ല, ഞാൻ ക്യാപ്റ്റനായതിനു ശേഷം എല്ലാരും ചേച്ചി ഇങ്ങനെ കരയില്ല ചേച്ചി, എനിക്ക് സങ്കടമാവും. അവൻ എന്നെ ക്യാപ്റ്റനാക്കിട്ട് എന്നെ അങ്ങനെ ബാധിച്ചു. ഇങ്ങനെ കളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രശ്മി, ഇവിടെ എന്താ ഇവര് പറയണേന്ന് കേക്കാം. രഹസ്യം ചോർത്താനുള്ളതാ. എന്താ പറയണ്ടല്ലോ. ഞാൻ ചെണ്ട, എന്നെ എന്ത് വേണേലും പറയാം. നീ ചെണ്ടയല്ല മോനെ, നീ അൺനാസിക് ഡോൾ. പുറത്തിറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും. കള്ളന്റെ പോലെ ഒരു അടിച്ചു മാറ്റിപ്പോലെ സ്വഭാവം എനിക്കില്ല. അതെ, അത് ജാൻമണി പറഞ്ഞത് പോയിന്റ്. മറ്റേ ചോക്ലേറ്റ് 2 എടുത്ത് വെച്ചപ്പോ അവന് കുഴപ്പമുണ്ടായില്ല. അവന്റെ ഐസ്ക്രീം എടുത്ത അവന് പ്രശ്നം അല്ല. ഈശ്വര, എന്ത് ബിഗ് ബോസ് ആണിത്? ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്തതിന് ഒരു എപ്പിസോഡ് മൊത്തം അടി. അടുത്ത് പുറത്ത് വന്ന് വാങ്ങിത്തരാൻ ഐസ്ക്രീം അത്രേ കഴിഞ്ഞില്ലേ? സുരേഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞാൽ മതി. പുറത്തിറങ്ങുമ്പോ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ. 2 സ്പൂണല്ലേ എടുത്തുള്ളൂ, എനിക്ക് 2 ലിറ്റർ ഞാൻ വാങ്ങിച്ചത്. ഐസ്ക്രീമിനൊക്കെ ആരെങ്കിലും ഭാഗം വയ്ക്കോ? എന്തായാലും ഇടയ്ക്കൊരു പോയിന്റ് പറഞ്ഞുള്ളി. അവനെ ആരാണ്? ഗബ്രി, നീ ഒരു കാര്യം ആലോചിച്ചോ. ജാൻമോണിനെ വിഷമിപ്പിച്ചവരാരും ആ ഷോയില് തുടരാറില്ല. രതീഷ് പോയി കണ്ടില്ലേ? ഇന്നലെ നീ ഐസ്ക്രീം കിട്ടാതെ ഇവിടെ കരഞ്ഞപ്പോ ഐസ്ക്രീം കിട്ടാതെ മോള് കരഞ്ഞു മോളെ. സ്ട്രോബെറിയുടെ ഐസ്ക്രീം കഴിച്ചു. അതാ കഴിച്ചു പറഞ്ഞിട്ടാ നിനക്ക് കിട്ടിയെന്നറിയാം. ചേച്ചി പറഞ്ഞിട്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടാ. അതാ നിനക്ക് ഞാനാ മോളെ ഐസ്ക്രീം വാങ്ങിച്ചത്. എന്നിട്ടാ നീ എന്നെ തള്ളി പറയുന്നത്? എനിക്ക് തന്നത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കരയിപ്പിക്കലടാ പൊന്നു മോളെ. ഞാൻ എന്തേ അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ടീം കളിക്കാൻ വന്ന ആളാണ് ഞാൻ. വേണ്ടെന്ന് പറഞ്ഞില്ല, കഴിക്കരുന്ന്. അതെ, അവൻ ചേച്ചി, ഗബ്രി ചെയ്തത് ശരി, അവൻ തെറ്റ് ചെയ്യില്ല. പറഞ്ഞിട്ടില്ല, അവന്റെ ഭാഗത്ത് ശരിയാണ്. അപ്സര, അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാ? അങ്ങനല്ല, ഞാനാണ് ഓവർ റിയാക്ട് ചെയ്തത്. അവിടെ ഓക്കെ, ചേച്ചി ചെയ്തതും ശരിയാ. നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിക്കടി. അതെന്ത് നിയമോ? എനിക്ക് വിഷമം വരില്ലേ? ഒരു സെക്കൻഡ്. അതിനിടയ്ക്ക് റോക്കി ഐസ്ക്രീം പാത്രത്തിൽ പോയി തള്ളിട്ടാ താടിമേക്ക് ഐസ്ക്രീം ഇരിക്കണേ. ഓ, മേക്കപ്പ് ആയിരുന്നല്ലേ, സോറി. സിജോ, അളിയാർജുനെ നമുക്ക് ഇതിൽ ഇടപെടണം, ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ അവര് ഒരു ബൗളെടുത്ത് ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കും ഗബ്രി, അളിയാ, ഞാൻ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കണ്ടോ, നമ്മുടെ ഗബ്രി ഇപ്പൊ ഉപമ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? എന്റെ അണ്ടർവെയർ ഞാൻ എടുത്തിട്ടു. നീ എന്റെ അടുത്ത് വന്ന് ചോദിക്കോ ഇത് എന്തിനാ ഇട്ടേന്ന്?
അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കാൻ പാടില്ല എന്ന് നീ വിചാരിക്കോ? ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. എന്റെ സംശയം എന്താ വെച്ചാല് ഈ സിജോന്റെ അണ്ടർവെയർ എങ്ങനെയാ ഗബ്രിക്ക് പാകമാണ്, എനിക്ക് പാകമായാൽ തന്നെ ഇത് ഇട്ടത് എങ്ങനെയാ കണ്ടുപിടിക്കും? മുണ്ടുപോക്കി നോക്കും. തിരിച്ചു നിർത്തി ഒരു തിരിച്ചറിൽ പരേഡ് നടത്തിയാ പോരെ. ആ തിരിച്ചറിയൽ പരേഡ് നിർത്തിയാൽ മനസ്സിലാവും. ഇത് കാണുന്നവരുണ്ട് ഇവിടെ. ഞാൻ എന്താ പറഞ്ഞത്? അതെ കാണുന്നവരുണ്ട്. ഇന്നലെ എന്റെ അടുത്ത് ഗബ്രി നീ ആള് കൊള്ളാലോ, നിന്റെ ഐസ്ക്രീം നീ സൂക്ഷിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഇറന്ന് കഴിക്കാം. കൊള്ളാട മോനെ കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ. ആ ഒക്കെ കറക്റ്റാ. ഭക്ഷണം കൊടുക്കാത്തവൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ നീ കരുത് ഞങ്ങൾക്ക് സഹിക്കോ? ഗബ്രി എന്നെ ഒന്ന് നോക്കിട്ട് പറയണേ. എന്നൊന്ന് നോക്ക് ഗബ്രി. ഇതിന് മേക്കപ്പ് കിട്ടു വന്നിട്ട് നീ എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? നിങ്ങളെല്ലാവരും കൂടി നാട്ടുകാരുടെ അല്ലല്ല എടാ എന്തുവാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തടാ? ചെയ്യാത്ത തെറ്റിന് പ്ലീസ് 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 ചെയ്യാത്ത തെറ്റിന് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഭക്ഷണം കൊടുത്തിട്ടില്ല. ഗബ്രി പറഞ്ഞ എനിക്ക് സഹിക്കൂല. കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് അതല്ല ഗബ്രി അങ്ങനെയല്ലടാ, ഞാൻ നിന്നോട് സപ്പോർട്ട് ചെയ്തേ. ഞാൻ പറയണൊന്ന് കേക്ക്. അത് നിശാന മോളെ പവർ ഹൗസിൽ ഒരു സീനാണ്. രശ്മി ഇതൊക്കെ ഞാൻ ഈസി ആയിട്ട് പുഷ്പം പോലെ നേരിടും. കാണണോ? നീ എന്തെങ്കിലും ചെയ്ത് ഞാൻ അനുഭവിച്ചോ? തെറ്റില്ല, നീ പറഞ്ഞ നിന്റെ ഭാഗം. എന്ത് പറ്റിയെന്നാണ്ടേ? 2 ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് രശ്മിൻ ചെയ്യണം. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ഗബ്രി വാഷ്റൂമിൽ കയറിട്ടാ. ജാസ്മിൻ ഗബ്രി വാതിൽ ഓർക്കടാ, ഞാനും വരാം. ഗബ്രി എന്തിന്? അല്ലെങ്കിൽ കൂട്ടാവില്ല. മനസ്സില് എന്ത് കോമഡിയാണല്ലേ അൻസിബ. ഓ ഭയങ്കര കോമഡിയാണ്. എന്റെ തെറ്റാണ്, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നിന്റെ തെറ്റല്ല, ഞങ്ങളുടെ തെറ്റാ. എന്റെ മേലെ തെറ്റുണ്ട്, അത് നിനക്ക് മനസ്സിലായില്ല. ശ്രീതു നീ ഡേറ്റായി പറഞ്ഞത് തെറ്റാന്ന് പറയുന്നോ? നിന്നെ ഞാനുണ്ടല്ലോ. നീ പറഞ്ഞു അവന്റെ മുകളിൽ തെറ്റല്ല. മിന്നി മറിയുന്ന എക്സ്പ്രഷൻസ് നമുക്ക് കാണണോ? ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നു ഞാൻ അവനെയാണ് സപ്പോർട്ട്. പറഞ്ഞിട്ടില്ല ശ്രീതു. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കഴുകി വെച്ചിട്ടല്ലോ പറയാൻ പറ്റാ. അവൻ അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് ചോദിക്കണോടെ കഴിക്കണേ എന്ന് പറഞ്ഞുള്ളൂ. എനിക്കൊരു പ്രശ്നം വരുമ്പോ ആരും നിക്കാറില്ല, അവനെ എന്നോട് നിക്കാറുള്ളൂ. ജാസ്മിനെ തെറ്റാണെങ്കിൽ അതെടുത്ത് പറയുന്നവരാണ് യഥാർത്ഥ ഫ്രണ്ട്, തെറ്റിനെ ന്യായീകരിക്കുന്നവനല്ല. അറിയാം ജാസ്മിൻ അതെന്താ ചെയ്തേന്ന് അറിയാലോ. അപ്പൊ നോറ വൃത്തിക്കറിയാൻ ചെയ്ത സെന്റിത്തരാണ്. ശ്രീതോട് മാറിയൊരു അടി കാണട്ടെ. ഇത്ര നേരം കറങ്ങിട്ടിരുന്നാണ് ഇപ്പൊ കലിപ്പായ. She's a born actor. സിനിമ ട്രൈ ചെയ്തൂടെ? നോറയുടെ സ്ലാങ്ങിലുള്ള വഴക്കിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടാ. റോക്കി അലിയ ഋഷി ഇത് നിന്റെ ബ്രാക്കാണല്ലേ ഋഷി? അങ്ങനെയൊന്നുമില്ല. അണ്ണാവെ പറ്റി പറഞ്ഞ ഇതെന്താ നാടകമാണോ? അത് ബിഗ് ബോസ് ഹൗസ്. ഈ കൊച്ചെന്തിനാ പല്ല് കടിച്ച് സംസാരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഭീമന്റെ ആരെങ്കിലും ആയിട്ട് വരുമോ? മതിയാടെ ഒന്ന് നിർത്തിപ്പോ. ഒരു ഗബ്രിയും ഒരു ജാസ്മിനും കണ്ട് കണ്ട് ഞങ്ങൾ മടുത്തു. അങ്ങനെ കരച്ചിലും മെഴുകലും ഐസ്ക്രീം ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷം ടാസ്ക് പുനരാരംഭിച്ചു. നമുക്ക് കണ്ടുനോക്കാം. അടുത്ത കുട്ടി നമ്മുടെ ജാസ്മിൻ മോളുമാണ്. ജാസ്മിൻ മോളിന്റെ പേരെന്താ? നിങ്ങൾ 9 വയസ്സുള്ള കുട്ടിയാണ്. ബിഗ് ബോസിന് മനസ്സിലായില്ല 9 വയസ്സുള്ള ബുദ്ധിയുള്ള കൊച്ചാണെന്ന്. അത് മതി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. കൊള്ള സംഘത്തിന്റെ പിള്ളേരാന്ന് തോന്നുന്നു ജാസ്മിൻ. പുലിപ്പാല അർജുൻ അവർക്ക് വെല്ലവന്റെ ഐസ്ക്രീം മതി. ഗബ്രി നീ പകപോക്കാണല്ലേടാ.
ഞാൻ റോക്കറ്റ് ജിമ്മിൽ പോവാം. ഓക്കെ, അതിലും എനിക്കൊരു ഗെയിം ഉണ്ട്, അതുകൊണ്ട് ഞാൻ റോക്കറ്റ് ജിമ്മിൽ പോവാം. ഈ റൗണ്ട് അടുത്ത തൈ ശിശു അല്ല അടുത്ത ശിശു ഇത് ഞാൻ എവിടെയോ എനിക്ക് വിശക്കുന്നു. ഇതെന്നിട്ട് കീ കൊടുത്ത പാവയാ. ജിന്റെ ചേട്ടൻ അതിന്റെ ഇടയ്ക്ക് കളിപ്പായിട്ട. അപ്സര ചേച്ചി കഴിഞ്ഞു, തിരിച്ചു വാ തിരിച്ചു വാ. ഞാൻ ക്യാരക്ടറായി ഞാൻ അങ്ങോട്ട് ജീവിക്കും. അപ്പൊ അപ്സര അല്ലാണ്ട് ചെവി ഏതാണ്ടല്ലേ. അങ്ങനെ ടാസ്കില് സിജോന്റെ ടീം ഫസ്റ്റ്, ജിൻഡോന്റെ ടീം സെക്കൻഡ്, റോക്കിയുടെ ടീം തേർഡ്. അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കബോർഡിന്റെ താക്കോല് കാണാനില്ല. അറിയാതെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ താക്കോല് കാണാനില്ല, ഒന്ന് അന്വേഷിക്കാന്ന് യമന ചേച്ചി വന്ന് പറയുന്നു. ജാസ്മിൻ ഗബ്രി ഞങ്ങൾക്കൊന്ന് ആശ്വാസം പകരാണ് നിങ്ങൾ സമ്മതിക്കൂല. അതിലില്ല. തപ്പ് മോളെ തപ്പ്. ഇല്ല ജാസ്മിൻ ഞാനൊന്ന് ലിപ്സ്റ്റിക് ഇടട്ടെ എന്നിട്ട് തപ്പ. അപ്പൊ ആ സമയത്ത് താക്കോല് കിട്ടാണ്ടായപ്പോ പവർ ടീം അവിടെ കിടന്നു. നോക്കിട്ട് കണ്ടില്ല, അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. അങ്ങനെ അവസാനം നമ്മുടെ ശ്രീരേഖ ചേച്ചിയുടെ പെട്ടിയിനുള്ളിൽ നിന്ന് താക്കോല് കിട്ടി. ഒടുവിൽ ശ്രീരേഖ ചേച്ചി കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് പേരുടെ ജീവിതാനുഭവങ്ങളാണ്. ജീവിതാനുഭവങ്ങളിൽ ഞാൻ കമന്റ് പറയാൻ വരുന്നില്ല. അത് കഴിഞ്ഞ് ശ്രീരേഖ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. അവസാനം സിജോയും നമ്മുടെ ശരണ്യ ചേച്ചിയും കൂടി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒരാണും പെണ്ണും അടുത്ത് സംസാരിച്ച കുഴപ്പമൊന്നും ഇല്ല. അതെ, ഒരു കുഴപ്പമില്ല. ഒരാണും പെണ്ണും കൂടെ 24 മണിക്കൂർ ഒരുമിച്ചിരിക്കുന്നേ. അത് പോയി ഭയങ്കരമായിട്ട് ഡൗൺ. ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കിൽ എന്തൊക്കെ കാണണമെന്ന് അറിയോ ദൈവമേ. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ എപ്പിസോഡ് 11 നമുക്ക് നാളെ കാണാം. അതുവരെ